ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ സ്റ്റോറീസ് ഓഫ് നേര. നിങ്ങൾക്ക് തമ്മിൽ കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും ഇന്നത്തെ എൻ്റെ സിസ്റ്ററിന്റെ എൻഗേജ്മെന്റ് വ്ളോഗാണ് കേട്ടോ. പിന്നെ ഇതാണ് കേട്ടോ ഗൈസ് ഇന്നത്തെ എൻ്റെ ഔട്ട്ഫിറ്റ്. പിന്നെ ഇന്നത്തെ എൻ്റെ ഔട്ട്ഫിറ്റിനെ കുറിച്ചുള്ള നിങ്ങളുടെ ഒപ്പീനിയൻ എന്താണെന്ന് കമന്റ് ചെയ്യണം കേട്ടോ. ഞങ്ങൾ ഓഡിറ്റോറിയത്തിൽ പോകാൻ വേണ്ടി റെഡി ആയിട്ടിരിക്കുകയാണ് ഗൈസ്. നമ്മുടെ ബ്രൈഡ് അവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. മേക്കപ്പിന്റെ കാര്യം ഏതുവരെയായാലും നമുക്കൊന്ന് പോയി നോക്കിയിട്ട് വരാം കേട്ടോ. ഞാൻ പോകുമ്പോഴേക്കും ഓൾമോസ്റ്റ് മേക്കപ്പ് എല്ലാം ഫിനിഷ് ആയിട്ടോ. ആൾക്ക് പിന്നെ ഹെവി മേക്കപ്പ് ഒന്നും വേണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഹെയറും പിന്നെ ജസ്റ്റ് ഫേസ് ഒന്ന് ടച്ചപ്പ് മാത്രമേ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. മേക്കപ്പിന്റെ കാര്യം പറയാതിരിക്കാൻ പറ്റില്ല കേട്ടോ. ഒട്ടും ഓവറാക്കാതെ നല്ല നീറ്റായിട്ട് അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഗ്രൂമിന്റെ കസിൻസ് ആണ് കേട്ടോ ബ്യൂട്ടീഷ്യനായിട്ട് വന്നത്. ഇവർക്ക് ഗ്ലിറ്റർ ഗേൾ ബ്യൂട്ടി എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റാഗ്രാം പേജും ഉണ്ട്. ഇൻട്രസ്റ്റ് വന്ന ഒരു പേജ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ. പേഴ്സണലി നല്ലൊരു അടിപൊളി സർവീസാണ് നമുക്ക് അവർ പ്രൊവൈഡ് ചെയ്തത്. അങ്ങനത്തെ നമ്മുടെ ബ്രൈഡിന്റെ ഫൈനൽ ലുക്കിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. അങ്ങനെ നമ്മുടെ ബ്രൈഡ് റെഡി ആയിരിക്കുകയാണ് ഗൈസ്. വേർ ഈസ് അവർ ബ്രൈഡ്? അങ്ങനെ നമ്മുടെ ബ്രൈഡ് റെഡിയായി. ഞങ്ങൾ ഓഡിറ്റോറിയത്തേക്ക് പോകാൻ നിൽക്കുകയാണ് കേട്ടോ. ബാക്കി എല്ലാവരും നേരത്തെ പോയി. ഞങ്ങൾ കുറച്ച് പേര് മാത്രം ബ്രൈഡിന്റെ കൂടെ ഇറങ്ങാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുന്നവരാണ് കേട്ടോ. ഞങ്ങൾ അങ്ങനെ ഓഡിറ്റോറിയത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ബ്രൈഡ് ഒന്ന് നോക്കിയ ബ്രൈഡ്. ഹലോ, എങ്ങനെയുണ്ട് എക്സ്പീരിയൻസ്? നല്ല ടെൻഷൻ ഉണ്ട്. ആൾ ഓഡിറ്റോറിയത്തിൽ കാറിൽ നിന്ന് ഇറങ്ങുന്ന കാര്യം ആലോചിച്ചുള്ള ടെൻഷനിലാണ്. അങ്ങനെ നമ്മൾ ഓഡിറ്റോറിയം എത്തി. എരുമയൂർ പഞ്ചായത്ത് ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടായിരുന്നു കേട്ടോ നമ്മുടെ പ്രോഗ്രാം. ഞങ്ങൾ എത്തുമ്പോഴേക്കും ക്യാമറമാനും എല്ലാവരും റെഡി ആയിട്ടിരിക്കുകയായിരുന്നു. ആള് പിന്നെ 8 മണിയാകുമ്പോഴേക്കും നമ്മുടെ വീട്ടിലെത്തിയിരുന്നു കേട്ടോ. അവിടെ നിന്ന് കുറച്ച് ഫോട്ടോഷൂട്ട് എല്ലാം കഴിഞ്ഞിട്ടാണ് ഇങ്ങോട്ട് വന്നത്. ഞങ്ങൾ എത്തിയതും പിന്നെ എല്ലാവരും ബ്രൈഡിനെ കാണാനുള്ള എക്സൈറ്റ്മെന്റിലായിരുന്നു. അവളാണെങ്കിൽ ആകെ ടെൻഷൻ അടിച്ച AC കാറിനകത്ത് കിടന്ന് ഫുൾ വേർത്ത് കുളിച്ചു കേട്ടോ. അപ്പോഴേക്കും ഗസ്റ്റുകളൊക്കെ ഓരോരുത്തരായിട്ട് വന്നു തുടങ്ങിയിരുന്നു. ഒത്തിരി നാൾക്ക് ശേഷം കാണുന്നതുകൊണ്ട് എല്ലാവരും വിശേഷങ്ങൾ ഷെയർ ചെയ്യായിരുന്നു. ഞങ്ങൾ കസിൻസ് എല്ലാവരും ഡ്രസ് കോഡിലായിരുന്നു കേട്ടോ. ഗേൾസ് എല്ലാവരും ലാംഗിയിലായിരുന്നു. അങ്ങനെ കുറച്ച് നേരം കഴിഞ്ഞ് പയ്യനെത്തി. ഞാനും ഏട്ടനും കൂടി ആയിരുന്നു കേട്ടോ അവനെ വെൽക്കം ചെയ്തു. കൂടെ നേരും ഉണ്ടായിരുന്നു കേട്ടോ. ബട്ട് കറക്റ്റ് ആ ടൈം നോക്കി ആരും എടുത്തോണ്ട് പോയി അവളെ. പിന്നെ ഞാനും ഏട്ടനും ഇന്ന് ട്വിന്നിങ് ആയിരുന്നു കേട്ടോ. രണ്ടുപേരും ഒരു ഗോൾഡൻ കളർ ഔട്ട്ഫിറ്റ് ആയിരുന്നു. അങ്ങനെ ഗ്രൂം എത്തിക്കഴിഞ്ഞ് ഒരു 10 മിനിറ്റ്സ് കഴിഞ്ഞിട്ടാണ് കേട്ടോ ബ്രൈഡിനെ സ്റ്റേജിലേക്ക് കൊണ്ടുപോയത്. പിന്നെ സ്റ്റേജിലെത്തി ഫസ്റ്റ് കുറച്ച് ചടങ്ങുകളൊക്കെ ഉണ്ടായിരുന്നു. അതിനുശേഷമായിരുന്നു കേട്ടോ റിംഗ് എക്സ്ചേഞ്ച്. അങ്ങനെ ആൾ ഒഫീഷ്യലി ലോക്ക് ആയിരിക്കുകയാണ് ഗൈസ്. അങ്ങനെ റിംഗ് എക്സ്ചേഞ്ച് കഴിഞ്ഞതും പിന്നെ അവർക്കുള്ള ഗിഫ്റ്റ് എക്സ്ചേഞ്ച് ചെയ്യലായിരുന്നു. പിന്നെ അവൾക്കുള്ള ഗിഫ്റ്റ് പയ്യന്റെ ആന്റിമാരായിരുന്നു ഇട്ട് കൊടുത്തത്. പിന്നെ നമ്മുടെ സൈഡിൽ നിന്ന് അവനും ഒരു ഗിഫ്റ്റ് ഉണ്ടായിരുന്നു. അത് ഏട്ടനായിരുന്നു ഇട്ട് കൊടുത്തത്. പിന്നെ എന്റെ ബെസ്റ്റ് എത്തിയിട്ടുണ്ടായിരുന്നു. ലാസ്റ്റ് ആയിട്ട് എന്റെ മാരേജിനാണ് കേട്ടോ ഞങ്ങൾ ഇതുപോലെ കൂടി. ആള് ബാംഗ്ലൂർ പോയതിനു ശേഷം ഞങ്ങൾ ഇങ്ങനെ കൂടുന്ന ഒരു ഫംഗ്ഷൻ ഇതായിരുന്നു കേട്ടോ. പിന്നെ കൂടാതെ ഞങ്ങൾ ബെസ്റ്റീസിന്റെ ഒരു ചെറിയ ഗെറ്റ് ടുഗദർ കൂടിയായിരുന്നു കേട്ടോ ഈ ഫംഗ്ഷൻ. പിന്നെ നെക്സ്റ്റ് നമ്മുടെ മാൻഡേറ്ററി ഫോട്ടോഷൂട്ടും കാര്യങ്ങളുമായിരുന്നു. അത് കഴിഞ്ഞ് നമ്മുടെ കസിൻസിന്റെ ഡാൻസ് പ്രോഗ്രാം കൂടി ആയപ്പോഴാണ് പ്രോഗ്രാം ശരിക്കും കളറായത്. അത് കഴിഞ്ഞ് നമ്മുടെ ബ്രൈഡിന്റെ എൻട്രി കൂടി ആയപ്പോൾ ശരിക്കും പ്രോഗ്രാം അടിപൊളിയായി. പിന്നെ നമ്മുടെ കസിൻസ് ഓൾമോസ്റ്റ് എല്ലാവരും സ്റ്റേജിലുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങളുടെ ഡാൻസ് പ്രോഗ്രാം കഴിഞ്ഞതും നെക്സ്റ്റ് ഞങ്ങളുടെ ചെക്കന്മാരുടെ കലാപരിപാടി എന്ന് പറഞ്ഞിട്ട് കസിൻസും അങ്കിൾമാരും എല്ലാവരും സ്റ്റേജിൽ കയറി. എൻ്റെ എൻഗേജ്മെന്റും ഇതേപോലെ ഒരു വീഡിയോസും ഫോട്ടോസും എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് കണ്ടപ്പോൾ പെട്ടെന്ന് എനിക്ക് അതാ ഓർമ്മ വന്നത്. പിന്നെ ഫംഗ്ഷൻ നമ്മുടെ ബ്രദേഴ്സും സിസ്റ്ററിലോയും ബ്രദറിലോയും എല്ലാവരും എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഫസ്റ്റ് ഒരു 1 hourത്തെ തിരക്ക് കഴിഞ്ഞപ്പോഴാണ് പിന്നെ ഇരിക്കാൻ പോലും ടൈം കിട്ടിയത്. ഫുൾ തിരക്കിന്റെ ഇടയിൽ സത്യം പറഞ്ഞ ആരൊക്കെ വന്നു എന്ന് പോലും ശ്രദ്ധിക്കാൻ പറ്റിയില്ല. ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും ഞാൻ മെയിൻ ചെയ്യാൻ വിട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ക്ഷമിച്ചേക്കണേ. അങ്ങനെ എല്ലാം കഴിഞ്ഞ് നമ്മുടെ വീടിന്റെ അവിടുത്തെ ചേട്ടന്മാരുടെ വക ഒരു കേക്ക് കട്ടിങ് ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അതുകൂടെ കഴിഞ്ഞപ്പോൾ നമ്മുടെ പ്രോഗ്രാം വൈൻഡപ്പ് ചെയ്തു. പിന്നെ നമ്മുടെ മെയിൻ സെക്ഷൻ ഫുഡ് അടി.
നല്ല കേസരി, ഗീ റൈസ്, ചിക്കൻ, പിന്നെ സലാഡ്, കോളിഫ്ലവർ ചില്ലി, കാച്ചാറ്, നല്ല അച്ചാറും. പിന്നെ ചിക്കൻ കഴിക്കാത്തവർക്കായിട്ട് നോർമൽ റൈസും സാമ്പാറും രസവും അവിയലും കാബേജ് ഉപ്പേരിയും ഉണ്ടായിരുന്നു കേട്ടോ. ബ്രൈഡും ഗ്രൂമും ഒരു സെറ്റ്. പിന്നെ നമ്മൾ കസിൻസ് പിള്ളേരൊക്കെ ആയിട്ടിരുന്ന് ഫുഡ് കഴിച്ചു. സത്യം പറഞ്ഞാൽ അപ്പോഴേക്കും നല്ല വിശപ്പായിട്ടോ. പിന്നെ ഇന്ന് ക്ലൈമറ്റ് നല്ലതായിരുന്നുകൊണ്ട് അത്ര ചൂടുണ്ടായിരുന്നില്ല. ഇല്ലിൽ ഫുഡ് കഴിച്ചു കഴിയുമ്പോഴേക്കും വേർത്ത് കുളിച്ചേനെ. ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ നല്ല അടിപൊളി ഫ്രൂട്ട് സലാഡ് ഉണ്ടായിരുന്നു. ചുമ്മാ ഡയറക്റ്റ് കഴിക്കാനായിട്ട് വെച്ചതായിരുന്നെങ്കിലും ഞാൻ അതിന് ഗ്ലാസ്സിലാക്കി. എനിക്ക് ഫ്രൂട്ട്സ് ഇങ്ങനെ ഐസ്ക്രീമിലിട്ട് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഫുഡ് കഴിച്ചു കഴിഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞാൽ പയ്യന്റെ വീട്ടിൽ ഇറങ്ങി. അവൻ എവിടെ നിന്ന് കിട്ടിയെന്ന് അറിയില്ല. പോകുമ്പോൾ എവിടെ നിന്ന് ഒരു പൂവും പറിച്ച് അവൾക്ക് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞങ്ങൾ ഒത്തിരി നാൾക്ക് ശേഷം കാണുന്നുണ്ട്. ഞങ്ങളുടെ ഒരു മാൻഡേറ്ററി V3 ഫോട്ടോ എടുത്തു. അങ്ങനെ പയ്യൻ ഇറങ്ങിയത് ഞങ്ങൾ കുറച്ചുപേര് അവരുടെ ബാക്കിൽ ഇറങ്ങിയിട്ടോ. ബിക്കോസ് അവർക്ക് എൻഗേജ്മെന്റ് കോസ്റ്റ്യൂമിൽ തന്നെ കുറച്ച് ഔട്ട്ഡോർ ഫോട്ടോഷൂട്ടും വീഡിയോ ഷൂട്ടും നടത്താനുണ്ടായിരുന്നു. നമ്മൾ വടക്കഞ്ചേരി റൂട്ട് പോകുമ്പോൾ കാണുന്ന വൈറ്റ് ഹൗസിലാണ് പോയത്. പോകുന്ന വഴിക്ക് ഇരട്ടക്കുളത്ത് നിന്ന് റൈറ്റ് എടുത്തപ്പോൾ നമ്മുടെ കോളേജ് മെമ്മറീസ് ഒക്കെ മനസ്സിൽ അറിയാതെ ഓടിയെത്തി. നമ്മുടെ ആലത്തൂർ SM കോളേജുകാരുണ്ടെങ്കിൽ നമ്മുടെ കമന്റ് ബോക്സിൽ ഒന്ന് അസംബിൾ ചെയ്യണം കേട്ടോ. അങ്ങനെ നമ്മൾ നമ്മുടെ സ്പോട്ട് എത്തി. പയ്യന്റെ കൂടെ അവന്റെ കുറച്ച് ഫ്രണ്ട്സും ഉണ്ടായിരുന്നു. അങ്ങനെ ഇവിടെ ഫോട്ടോഷൂട്ടും കാര്യങ്ങളെല്ലാം തകർത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഞാൻ വീഡിയോ എടുക്കുന്നുണ്ടപ്പോൾ നമ്മുടെ ക്യാമറമാൻ ചേട്ടൻ എന്നെ എടുക്കുന്നു പറഞ്ഞിട്ട് പോസ്റ്റ് ചെയ്യാൻ കേട്ടോ. പിന്നെ ഫോട്ടോസിന്റെ കാര്യമൊന്നും ഒരു രക്ഷയില്ല കേട്ടോ. കുറച്ച് ഫോട്ടോസൊക്കെ ഞാൻ നമ്മുടെ ചാനലിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. വേണമെന്നുള്ളവരൊന്ന് കണ്ടു നോക്കാം. പിന്നെ എൻ്റെ കൂടെ ആൻറ്റിയും അങ്കിളുടെ മോളും ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ പോസ്റ്റ് ആയില്ല ഗൈസ്. അങ്ങനെ അവരുടെ ഫോട്ടോഷൂട്ട് കഴിഞ്ഞതും പിന്നെ ബ്രൈഡിൻ്റെയും ഗ്രൂമിൻ്റെയും കൂടെ ഞങ്ങളും കുറച്ച് ഫോട്ടോഷൂട്ടൊക്കെ നടത്തിയിട്ടോ. അങ്ങനെ ഷൂട്ടെല്ലാം കഴിഞ്ഞത് യാത്ര പറച്ചിലൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇവർക്ക് രണ്ടുപേർക്കും വീട്ടിൽ പോകണമെന്നൊന്നും ഉണ്ടായിരുന്നില്ല. ബട്ട് നമുക്ക് പോകണമല്ലോ, അതുകൊണ്ട് പതുക്കെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ വീണ്ടും മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും. ബൈ.